സ്കീസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം സൈക്യാട്രിയിൽ സൈക്കോട്ടിക് കണ്ടീഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈക്കോട്ടിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് ഒരു ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. തനിക്ക് രോഗം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല. അതുകൂടാതെ ലാക്ക് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി എന്നുള്ള പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് തൻ്റെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്നോ എന്താണ് റിയാലിറ്റി എന്നുള്ള ഒരു തിരിച്ചറിവും ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഉണ്ടാവാറില്ല. സ്കീസോഫ്രീനിയ എന്ന വേർഡ് വന്നിരിക്കുന്നത് തന്നെ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. സ്കീസോ ആൻഡ് ഫ്രീൻ. സ്കീസോ മീൻസ് സ്പ്ലിറ്റ് ആൻഡ് ഫ്രീൻ മീൻസ് മൈൻഡ്. സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ് നമുക്ക് ഒത്ത് വായിക്കാൻ കഴിയുന്നത്. പക്ഷേ സ്പ്ലിറ്റ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ഓഫ് മൈൻഡ് ഫ്രം റിയാലിറ്റി എന്നാണ്, അല്ലാതെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നല്ല ഇതിലുള്ളത്. അതായത് റിയാലിറ്റിയിൽ നിന്നും ഈ വ്യക്തി അകന്നു നിൽക്കുന്നു എന്നൊരു അവസ്ഥയാണ്. സ്കീസോഫ്രീനിയ ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസിൽ 10ാം റിവിഷൻ അതായത് ICD-10 F20 to 29 എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പല കാറ്റഗറീസും ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോട്ടിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റർബൻസ് ഇൻ തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻസ് ദാറ്റ് മേ ലീഡ് ടു സോഷ്യൽ വിഡ്രോവൽ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഒരു സൈക്കോട്ടിക് കണ്ടീഷനാണ്. അതിനകത്ത് പേഷ്യൻറ്റിൻ്റെ ചിന്തകളിൽ, അതായത് തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അതുകൂടാതെ ഇമോഷൻ, മൂഡ്, അഫക്റ്റ്, വൈകാരികമായ ഒരു ചേഞ്ചസും, അതുകൂടാതെ ആക്ഷൻസിൽ ഉണ്ടാകുന്ന, പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമാണ്. ആ ചേഞ്ചസ് മൂലം അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസ് മൂലം ആ വ്യക്തി സമൂഹത്തിൽ നിന്നും കുറച്ച് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, അതായത് ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം ഉൾവലിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ സ്കീസോഫ്രീനിയയിൽ കാണാൻ കഴിയുന്നത്. ഹോസ്പിറ്റലിൽ വരുന്ന സൈക്യാട്രിക് കണ്ടീഷനുകളിൽ 50% സ്കീസോഫ്രീനിയ ഡിസോർഡർ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം, ഒരു എക്സാക്റ്റ് കാരണം എന്തെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡോപ്പമിൻ ഹൈപ്പോത്തിസിസ് ആണ്. നമ്മുടെ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ ഇടയിലൂടെ ഉള്ള മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി അനേകം കെമിക്കൽസ് അവരുടെ വിവിധ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഡോപ്പമിൻ, സെറട്ടോണിൻ ഇത് രണ്ടുമാണ് സ്കീസോഫ്രീനിയ എന്ന ഡിസോർഡറിൽ മെയിൻ ആയിട്ട് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് എന്ന് ആണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. ഡോപ്പമിൻ മെയിനായിട്ട് നമുക്ക് 4 പാത്വേയിലാണ് സ്കീസോഫ്രീനിയയിൽ എഫക്റ്റ് ചെയ്യുന്നത്. പല പാത്വേയിൽ ഡോപ്പമിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും നമ്മൾ സ്കീസോഫ്രീനിയ എന്നുള്ള ഡിസോർഡർ എടുക്കുമ്പോൾ 4 പാത്വേയിലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 2 എണ്ണമാണ് അതിൻ്റെ സിംറ്റംസിന് കാരണമാക്കുന്നത്. ഒന്നാമത്തെ പാത്വേ മീസോ ലിംബിക് പാത്വേ എന്ന് പറയും. ആ പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നതായി കാണപ്പെടുന്നുണ്ട്. ആ കൂടുന്നത് മൂലം പോസിറ്റീവ് സിംറ്റംസ് അഥവാ അധിക രോഗലക്ഷണങ്ങൾ ഇതാണ് കാണുന്നത്. അധിക രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ള വ്യക്തിക്ക് ഉള്ളതിനേക്കാൾ ഒരു എക്സ്ട്രാ എബിലിറ്റി ആ പേഴ്സണ് കാഴ്ചവെക്കുന്നു. അതിനാണ് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് എന്നുകൊണ്ട് നല്ലതാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉള്ളതിനേക്കാൾ ഒരു ആഡഡ് എബിലിറ്റി, എക്സ്ട്രാ എബിലിറ്റിയെ നമുക്ക് പോസിറ്റീവ് സിംറ്റം എന്ന് പറയാം.
അപ്പോൾ പോസിറ്റീവ് സിംറ്റംസ് ആയിട്ട് കാണുന്നത് മിഥ്യാവിശ്വാസങ്ങളും മിഥ്യ അനുഭവങ്ങളുമാണ്. മിഥ്യാവിശ്വാസങ്ങൾ അഥവാ ഡെലൂഷൻസ്, ഫോൾസ് ആൻഡ് ഫിക്സ്ഡ് ബിലീഫ് എന്നൊക്കെ പറയും. അതിൽ മെയിനായിട്ട് വരുന്ന മിഥ്യാവിശ്വാസം അല്ലെങ്കിൽ ഡെലൂഷൻ ഒരു ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്നാണ്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി തനിക്കെതിരായി പ്രവർത്തിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു തെറ്റായ ഒരു വിശ്വാസമാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അതുകൂടാതെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, തനിക്ക് വളരെ പവറുകൾ ഉണ്ട്, താൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, തനിക്ക് മരിച്ചവരെ കാണാൻ കഴിയും, നമുക്ക് സൂപ്പർ നാച്ചുറൽ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ പവറുള്ള ഹീറോസിനെ പോലെ പല എബിലിറ്റീസും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിൽ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അതുകൂടാതെ ഡെലൂഷൻ ഓഫ് റെഫറൻസ്, എല്ലാവരും എന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടാവാറുണ്ട്. ഡെലൂഷൻ ഓഫ് കൺട്രോൾ, മറ്റുള്ളവർ എൻ്റെ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യുന്നു, എൻ്റെ ചിന്താഗതി എൻ്റെ തലച്ചോറിൽ നിന്നും പുറത്തേക്ക് പോകുന്നു, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയും. അതുകൂടാതെ ഡീപേഴ്സണലൈസേഷൻ, ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്നുള്ളൊരവസ്ഥ, എൻ്റെ ശരീരം വെറും ശരീരം മാത്രമാണ്, എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പുറത്താണെന്നുള്ള ഒരവസ്ഥ, ഡീപേഴ്സണലൈസേഷൻ. ഡീറിയലൈസേഷൻ, എനിക്ക് ചുറ്റുമുള്ള ലോകം എല്ലാം നശിച്ചു, അതിൻ്റെ ആത്മാവെല്ലാം പുറത്തു പോയിരിക്കുന്നു, ഞാൻ മാത്രമേ ഇവിടെ ഒരു ജീവിയായിട്ടുള്ളൂ എന്നുള്ള ഒരു മിഥ്യാധാരണ, ഡെലൂഷൻസ്. ഇതെല്ലാം പോസിറ്റീവ് സിംറ്റമിലുള്ള എക്സാമ്പിളായിട്ടുള്ള ഡെലൂഷൻസ് ആണ്. ഇതുകൂടാതെ ഹാലൂസിനേഷൻ അഥവാ മിഥ്യ അനുഭവങ്ങൾ, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ് വെച്ചിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഹാലൂസിനേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ കാഴ്ചയിൽ വിഷ്വൽ ഹാലൂസിനേഷൻ, പല സാധനങ്ങളും നമ്മൾ കാണുന്നു, മരിച്ചവരെ കാണുന്നു, ദൈവത്തിനെ കാണുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുന്നു, നമ്മുടെ അടുത്ത് വേറെ ആരെങ്കിലും വന്നിരിക്കുന്നു, വലിയ ജീവികൾ നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് വേറെ അന്യഗ്രഹ ജീവികളെ കാണാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമാണ് നമ്മൾ വിഷ്വൽ ഹാലൂസിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില രോഗികൾക്ക് തങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറ്റൊരു ആത്മാക്കളോ അസ്ഥികൂടമോ ഇതൊക്കെ ഉണ്ടെന്നുള്ള മിഥ്യാധാരണകൾ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ ഓഡിറ്ററി ഹാലൂസിനേഷൻ വളരെ കോമൺ ആണ് സ്കീസോഫ്രീനിയ എന്നുള്ള ഡിസോർഡറിൽ. ഓഡിറ്ററി ഹാലൂസിനേഷനിൽ മെയിനായിട്ടുള്ള ഒരു ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻട്രി ഹാലൂസിനേഷൻ എന്ന് പറയും. കമൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നീ ഇങ്ങനെ ചെയ്യുകയാണ്, അങ്ങനെ ചെയ്യുകയാണ്, അവൻ അങ്ങോട്ട് നടക്കുന്നു, നീ അങ്ങോട്ട് നടക്കുകയാണ്, നീ ചോറുണ്ണുകയാണ്, ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തികളെല്ലാം ഒരു കമൻട്രി പോലെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തങ്ങളുടെ ചെവിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അതാണ് കമൻട്രി ഹാലൂസിനേഷൻ. കമാൻഡ് ഹാലൂസിനേഷൻ ഉണ്ട്. കമാൻഡ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളോട് കമാൻഡ് ചെയ്യുകയാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, നീ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടണം, ഇങ്ങനെയുള്ള പല കമാൻഡുകളെല്ലാം പൊതുവെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് തരുന്ന ഒരു കമാൻഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇതുകൂടാതെ 2 പേർ ഡിസ്കസ് ചെയ്യുന്നു, തേർഡ് പേഴ്സൺ ഹാലൂസിനേഷൻ. അവൻ ഇങ്ങനെ ചെയ്യുകയാണ്, അവൻ അങ്ങോട്ട് നോക്കുകയാണ്, അവനെ നമുക്ക് ശരിപ്പെടുത്തണം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തേർഡ് പേഴ്സൺ ഹാലൂസിനേഷൻസ് ഈ ഓഡിറ്ററിയിൽ കാണുന്നതാണ്. അതുകൂടാതെ ഓൾഫാക്ടറി സ്മെൽ പരമായിട്ടുള്ള ഹാലൂസിനേഷൻസ്, ഗസ്റ്റേറ്ററി ടേസ്റ്റ് പരമായിട്ടുള്ള ഹാലൂസിനേഷൻസ്, ടാക്ടൈൽ ഹാലൂസിനേഷൻ,
ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സിംറ്റത്തിൽ വരുന്നതാണ്. മീസോ ലിംബിക് സിസ്റ്റത്തിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാവുന്നതാണ് മെയിനായിട്ടുള്ള പോസിറ്റീവ് സിംറ്റംസ് അഥവാ ഡെലൂഷൻ അഥവാ ഹാലൂസിനേഷൻസ്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഒരു പാത്വേ, ഡോപ്പമിൻ്റെ പാത്വേ നോക്കാം. അത് മീസോ കോർട്ടിക്കൽ പാത്വേ ആണ്. അവിടെ ഓൾറെഡി സ്കീസോഫ്രീനിയ ഉള്ള പേഷ്യൻസിൻ്റെ ഡോപ്പമിൻ്റെ അളവ് വളരെ കുറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞത് മൂലം നെഗറ്റീവ് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ എന്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സാമാന്യം ഒരു നോർമലായിട്ട് ഒരു പൊതുവെയുള്ള ആൾക്ക് ഉള്ള എബിലിറ്റീസിനേക്കാളും കുറവ് ആയിട്ടുള്ള എബിലിറ്റീസിനെയാണ് നമുക്ക് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതിൽ എപ്പതി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എനി ഇമോഷണൽ റെസ്പോൺസ്. ഒരു മുഖം മൂടി വെച്ചതുപോലെ ആ മുഖം മൂടിക്ക് ഒരു ഇമോഷനും ഉണ്ടാവുകയില്ല, അതുപോലെ ഒരു വികാരവുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരു മാസ്ക് ലൈക്ക് ഫേസ് ആണ് ആ പേഷ്യൻ്റ് കാണുന്നത്. അതിനെ എപ്പതി എന്ന് പറയും. അതുകൂടാതെ അൻഹിഡോണിയ, നമുക്ക് സന്തോഷം നൽകുന്ന ഇവൻറ്റ്സ് ഇപ്പോൾ നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതുകൂടാതെ സോഷ്യൽ വിഡ്രോവൽ അഥവാ ഉൾവലിയുക, അതായത് സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു പ്രവണത, ഇത് ഒരു നെഗറ്റീവ് സിംറ്റമാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഈ രണ്ട് പാത്വേയിൽ ഉള്ള സിംറ്റംസ് ആണ് സ്കീസോഫ്രീനിയ പേഷ്യൻസിൽ കാണുന്നത്. ഇത് കൂടാതെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് ബുദ്ധിപരമായിട്ട് നമ്മളൊരു പഠനം പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. നേരത്തെ സ്കീസോഫ്രീനിയയെ ഡെമൻഷ്യ പ്രീകോക്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഡെമൻഷ്യ പ്രീകോക്സ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിന് മുമ്പ് വരുന്ന ഒരു മറവി അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, അതിനെയാണ് സ്കീസോഫ്രീനിയ എന്ന് കരുതിയിരുന്നത് നേരത്തെ. അതിനുശേഷമാണ് അതിൻ്റെ സിംറ്റംസ് എല്ലാം വ്യത്യാസമുണ്ട് ഡെമൻഷ്യയിൽ നിന്നും എന്ന് മനസ്സിലാക്കുകയും അതിന് സ്കീസോഫ്രീനിയ എന്നുള്ള ഒരു നാമം അല്ലെങ്കിൽ ഒരു പ്രത്യേക പേര് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സ്കീസോഫ്രീനിയയിൽ വളരെ അധികം രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആ രോഗലക്ഷണങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് അതിനെ പല രീതിയിലും തിരിച്ചിട്ടുമുണ്ട്. കോമൺ ആയിട്ടുള്ള സ്കീസോഫ്രീനിയയുടെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരനോയ്ഡ് സ്കീസോഫ്രീനിയ അഥവാ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്കീസോഫ്രീനിയാണ്. അതിൽ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ അഥവാ മറ്റുള്ളവർ തങ്ങളെ ഉപദ്രവിക്കാൻ വരികയാണെന്നുള്ള തോന്നൽ, ആ മിഥ്യാധാരണ വളരെ കൂടുതലായിരിക്കും. ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഇതൊക്കെ അതിൽ കോമൺ ആണ്. പാരനോയ്ഡ് സ്കീസോഫ്രീനിയ, ഹെബിഫ്രനിക് സ്കീസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ, സിമ്പിൾ സ്കീസോഫ്രീനിയ, പോസ്റ്റ് സ്കീസോഫ്രീനിക് ഡിപ്രഷൻ, റെസിജ്വൽ സ്കീസോഫ്രീനിയ, അൺഡിഫറൻഷ്യേറ്റഡ് സ്കീസോഫ്രീനിയ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദി സിംറ്റംസ് ആൻഡ് പ്രോഗ്നോസിസ് ആൻഡ് കോഴ്സ് ഓൾസോ. സ്കീസോഫ്രീനിയയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അതിന് പണ്ടുകാലങ്ങളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. പൊതുവെ അത് എന്തെങ്കിലും ശാപമാണെന്നോ അല്ലെങ്കിൽ ചെകുത്താൻ തങ്ങളുടെ ഉള്ളിൽ കയറിയതാണെന്നോ അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ സമൂഹത്തിനുണ്ടായിരുന്നു. അത് പൊതുവെ ഇപ്പോൾ സൈക്യാട്രിക് ഇൽനസിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ പൊതുവെ മാറി വരുന്നത് ഒരു നല്ല കാര്യമാണ്. ഈ മിഥ്യാധാരണ മൂലം പണ്ട് കാലത്ത് ഇതിനൊരു അനുയോജ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള രോഗികൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ വൈദ്യശാസ്ത്രം, മെഡിക്കൽ ഫീൽഡ് ഇത്ര അധികം മുന്നേറിയിരിക്കുന്ന ഒരവസ്ഥയിൽ സ്കീസോഫ്രീനിയ പോലത്തുള്ള ഡിസോർഡറിന് വളരെ ഏറെ നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ മെയിനായിട്ടുള്ളതാണ് ആൻറ്റിസൈക്കോട്ടിക്സ്. ആൻറ്റിസൈക്കോട്ടിക്സിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് അതിന് സൈഡ് എഫക്ട്സ് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ് അഥവാ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്, ക്ലോസാപ്പൈൻ, ഒലൻസെപ്പൈൻ, അരിപ്രപ്പസോൾ, ഇതെല്ലാം ക്യൂറ്റിയാപ്പൈൻ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെല്ലാം പാർശ്വഫലങ്ങൾ പൊതുവെ കുറവാണ്. ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുതൽ മൂലമാണ് സ്കിസോഫ്രീനിയയുടെ രോഗലക്ഷണങ്ങൾ കാണുന്നതെന്ന് മനസ്സിലാക്കിയത് മൂലം അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളൊരു മെക്കാനിസമാണ് ഈ മെഡിസിൻസിന് പൊതുവെ ഉള്ളത്. ടിപ്പിക്കലായിട്ടുള്ള ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിനിൽ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ടിപ്പിക്കൽ ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ് ഡോപ്പമിനും സെറട്ടോണിനും ഒരേ രീതിയിൽ തന്നെ അതിനെ ക്രമീകരിച്ചുകൊണ്ട് പാർശ്വഫലങ്ങൾ കുറച്ച് ഉള്ള രോഗങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്നോസിസ്, അതായത് നല്ല രീതിയിൽ പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ മിതപ്പെടുകയും പേഷ്യൻറ്റിന് സമൂഹത്തിൽ ഇടവഴി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. മെഡിസിൻസ് കൂടാതെ ECT, ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി, സിനിമയിൽ കാണിക്കുന്നത് പോലെ അത്ര പ്രശ്നമുള്ള ECT ഒന്നുമല്ല. ഇപ്പോൾ മോഡിഫൈഡ് ECT ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മൾ മസിൽ റിലാക്സൻറ്റും അനസ്തീഷ്യ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കറണ്ട് കൊടുക്കുന്നത് മൈക്രോ സെക്കൻഡ്സിലാണ്. വളരെ നിസ്സാരം വോൾട്ടേജ് പെട്ടെന്ന് തന്നെ പോയി വരുന്നത് മൂലം അത് TV കാണുന്ന പോലെയുള്ളൊരു ഭയാനകമായ ഒരു സിറ്റുവേഷനൊന്നുമല്ല. ECT പൊതുവേ കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള മെഡിസിനായിട്ട് ആരും കോപ്പപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിസോഫ്രീനിയാണ്. സിവിയർ ഫുഡ് റിഫ്യൂസൽ ഉണ്ട്, സിവിയർ ആത്മഹത്യാ പ്രവണത ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉള്ള സമയത്താണ് ECT ഉള്ള മെഡിസിൻസ്, ECT പോലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ECTക്ക് പുറമെ ബിഹേവിയറൽ തെറാപ്പീസ്, സൈക്കോ സോഷ്യൽ തെറാപ്പീസ് അഥവാ സൈക്കോ തെറാപ്പി ഇതെല്ലാം അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഈ തെറാപ്പീസ് എല്ലാം രോഗിയുടെ ചിന്താ രീതിയെ തന്നെ മാറ്റി തനിക്കുള്ള മിഥ്യാധാരണകളും മിഥ്യാവിശ്വാസങ്ങളെല്ലാം മാറ്റി തങ്ങളെ ഒരു നല്ല ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിസോഫ്രീനിയ എന്നുള്ള അസുഖം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അതിനുശേഷം ആ രോഗി പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും അവിടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സാധാരണ ഒരു അസുഖം എന്ന പോലെ തന്നെ സ്കിസോഫ്രീനിയ പോലെ അസുഖത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് കരകയറാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു രോഗം ലക്ഷണങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് വരെ പേഷ്യൻ്റ് നോർമൽ ഒരു ജീവിതം നയിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന 1 വർഷം 2 വർഷം കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൺട്രോളിലൊക്കെ ആക്കാനുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടത് വരും. കാരണം അത്ര ഒരു മൂർധന്യാവസ്ഥയിലാണ് രോഗി അവിടെ എത്തുന്നത്. അത് ഏത് രോഗമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്കിസോഫ്രീനിയയെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ.